ഒരു പൊസിഷണൽ മാസ്റ്റർ പീസ് കണ്ടാലോ. ഇവിടെ വൈറ്റ് നൈറ്റ് C3 കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് വന്നിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുത്ത് ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വൈറ്റ് എന്താണ് ചെയ്യുക? ഇവിടെ വൈറ്റ് പ്ലെയർ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വൈറ്റ് കളിക്കുന്ന ബ്രില്യൻ കോമ്പിനേഷനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഇവിടെ റൂക്കിനെ ഇവിടെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ റൂക്ക് F1 ഒക്കെ പോയി കുറച്ച് പാസീവ് ആവും. പക്ഷേ ഇത് ഭയങ്കര പാസീവാണ്. ജസ്റ്റ് ഒരു റൂക്കിനെ രക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. വൈറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ പോവുകയാണ്. ഇവിടെ വൈറ്റ് പ്ലെയർ കളിക്കുന്ന ബ്രില്യൻ മൂവ് നിങ്ങൾക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, വൈറ്റ് കളിക്കുന്ന ബ്രില്യൻ മൂവ് ബിഷപ്പ് ടു D5 ആണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് ബിഷപ്പിന് കൊടുത്തേക്കുന്നത്. ഓഫ് കോഴ്സ് ഈ പോൺ വെച്ചിട്ട് ഈ ബിഷപ്പിനെ എടുക്കാൻ പറ്റില്ല, കാരണം പിണ്ടാണ്. ഈ പോൺ വെച്ച് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേണമെങ്കിൽ ക്യൂൻ വെച്ച് എടുക്കാം. പക്ഷേ ക്യൂൻ വെച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ക്യൂൻ നഷ്ടപ്പെടും. ഈ പോണിനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂനും ഈ പോണുകളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ബിഷപ്പ് ഇവിടെ ഇടയിൽ വന്നതോടെ ഈ ഒരു പോണുകളുടെ ഒരു ചെയിനിന് ഒരു ബ്രേക്ക് ഉണ്ടായി. അപ്പോൾ ഈ ഒരു പോൺ വെച്ച് ഈ പോണിനെ വെട്ടിയെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പോണിൻ്റെ പ്രൊട്ടക്ഷൻ പോയി. ക്യൂനായിരുന്നു ആ ഒരു പോണിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ക്യൂൻ ടേക്സ് C6 ചെക്ക്, കിങ് D8, ക്യൂൻ ടേക്സ് റൂക്ക് ചെക്ക്, കിങ് D7, ക്യൂൻ B7 ചെക്ക്, കിങ് E6, ക്യൂൻ C6 ചെക്ക്, ബിഷപ്പ് D6. അപ്പോൾ തൽക്കാലം ബ്ലാക്ക് ഇവിടെ രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുകയാണ്. പക്ഷേ ബിഷപ്പ് ടു F4 ഇത് ഒരു കില്ലർ മൂവാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ വൈറ്റിൻ്റെ റൂക്കൊക്കെ അറ്റാക്ക് ചെയ്ത് തന്നെ കിടക്കുവാണ്. ഒരു റൂക്കിനെ വെറുതെ സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതുമാത്രമല്ല ഒരു ചെക്കും കൂടെയാണ്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കണത്? വന്നിട്ട് ഈ റൂക്കിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കിങ്ങിനെ ഇവിടെ നിന്ന് മാറിയാൽ മതി. പ്രത്യേക ശ്രദ്ധിക്കുക, ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ച് ഒരു ചെക്കുകളും ഇല്ല ഈ കളിയിൽ. വന്നിട്ട് രണ്ടാമത്തെ റൂക്കിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ എത്ര പീസുകളാണ് കൊടുത്തത്. ആദ്യം ഒരു ബിഷപ്പ് കൊടുത്തു, ഇപ്പോൾ 2 റൂക്കുകളും കൂടെ കൊടുക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ക്യൂൻ വന്നിട്ട് ഈ റൂക്കിനെ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ക്യൂൻ ടേക്സ് C6 ചെക്ക്. ഓൺലി മൂവ് ഇതാണ്. കിങ് F5, ഇവിടെ ക്യൂൻ E5 ചെക്ക്, ആൻഡ് ആഫ്റ്റർ കിങ് G6 ക്യൂൻ G5 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ വളരെ മനോഹരമായൊരു കോമ്പിനേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ വണ്ടർഫുൾ കോമ്പിനേഷൻസ് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.